വെൽക്കം മൈ ചാനൽ മൈ വേൾഡ്. അപ്പോൾ ഗൈസ് നമ്മുടെ വേൾഡ് എന്നല്ല യൂട്യൂബ് ചാനൽ നമ്മുടെ പേര് വേറെ ആക്കിട്ടോ, ശ്രീബാല ശ്രീധരൻ എന്നാക്കി. പക്ഷെ എനിക്കത് മാറുന്നില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ആർട്ട് പരിപാടി ആയിട്ടാണ് ഗൈസ്. അപ്പം ഇന്ന് ഇതാട്ടോ ഗൈസ്, ഈ കുപ്പിയാണ് നമ്മൾ ഒരു ഇത് കണ്ടോ, ഈ സംഭവമായിരുന്നു കേട്ടോ എനിക്ക്. പക്ഷേ ഇത് അനിയൻ്റെ ആയിരുന്നു, രണ്ടിനും മേടിച്ചായിരുന്നു. അപ്പം ഇതില്ലേ, ഇത് പോയി. ഇതുപോലത്തെ സംഭവമില്ലേ, ഇത് ഈ ലിക്വിഡ് തീർന്നു. ഇതെങ്ങനെയാണെന്നറിയോ, ഇത് തുറന്നിട്ട് ഇവിടെ ബബിള് വരും. അപ്പം ഇങ്ങനെ ഊതണം. അപ്പം ഈ സംഭവം പോയിട്ടോ, ഈ സംഭവം പോയി, ലിക്വിഡ് കഴിഞ്ഞു. അപ്പം ഞാൻ ഈ സംഭവം വയറ് കൂരിയിട്ട് ഇപ്പം ഇതുണ്ടാക്കാൻ പോയിട്ടാണ് കേട്ടോ. അപ്പം ഇത് പകുതി വെച്ചിട്ട് ഞാൻ പോയത് കേട്ടോ ഉണങ്ങാൻ. അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി ചെയ്യാൻ ഓർത്തപ്പോഴാണോ പെട്ടെന്ന് വീഡിയോൻ്റെ കാര്യം വന്നേ. അപ്പം നമുക്ക് അത് ചെയ്യാം കേട്ടോ. പിന്നെ ബ്രഷ് എല്ലാം റെഡി ആയിട്ടുണ്ട്. എൻ്റെ ലുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കാണിച്ചു തരാം. ഞാൻ കയ്യിലൊക്കെ ആവുന്നുണ്ട്, ഗ്ലൗസ് ഒന്നും ഇല്ല. പക്ഷേ അത് നമുക്കിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം കാരണം ഇല്ല ഗായ്സ്, നമുക്ക് പെട്ടെന്ന് അടിക്കണം. ഇതിപ്പോൾ ഈ ഭാഗം വരെ ആയിട്ടോ, നമുക്കൊന്ന് അടിക്കാം. എങ്ങനെയാണെന്ന് അറിയോ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോൾ പെട്ടെന്ന് നല്ല അടിപൊളി ഇതൊന്നും ആലോചിക്കുന്നില്ല. നല്ല അടിപൊളി മോഡലൊന്നും എനിക്ക് ചെയ്യാൻ അറിയില്ല ഗായ്സ്. തെറ്റിപ്പോയല്ലോ. ഒരു കുപ്പി കിട്ടിയതാണ് നമുക്ക്, വെക്കേഷന് എന്തെങ്കിലും ചെയ്യണ്ടേ. അപ്പോൾ ഒരു കുപ്പി കിട്ടിയതാണ്. നമുക്ക് എന്താ ഈശ്വര എല്ലാം പോയല്ലോ ഗായ്സ്. അപ്പോൾ ഗൈസ് ഞാൻ എങ്ങനെ ആലോചിക്കണമെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ആദ്യം ഇല്ല ബ്ലാക്ക് കളർ അടിച്ചിട്ട് പിന്നെ വൈറ്റ് കളറുണ്ട്. നമുക്ക് വാട്ടർ കളറാണല്ലോ, വൈറ്റ് കളർ കൊണ്ട് ഇങ്ങനെ ഡോട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് അതാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അത്ര അങ്ങനെ ചെയ്യാൻ പെർഫെക്റ്റ് ആകാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പറ്റാവുന്ന അത്ര നമ്മൾ ചെയ്യാം അല്ലേ ഗൈസ്? പറ്റാവുന്ന അത്ര നമ്മൾ ചെയ്യും അല്ലേ? മാക്സിമം നോക്കട്ടെ. ഇത് ഫുള്ളും ആയിട്ടുണ്ട്. പിന്നെ അടിയിലാണ് നമ്മൾ തുടക്കം. ഇതൊരു നല്ല പണി കിട്ടും അടിയിലാവുമ്പോൾ. നിൽക്കാനും പറ്റില്ല, നിർത്തിക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു ഇത്. എനിക്ക് വോയിസ് ഓവർ ശരിയാവുള്ള കാര്യം, വോയിസ് ഓവർ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്തു. പക്ഷെ ആ ചേച്ചി ചെയ്യണം, ഏതൊരു ചേച്ചി തന്നായിരുന്നു കേട്ടോ, ഇങ്ങനെ വീഡിയോ എടുത്തായിരുന്നു വോയിസ് ഓവർ എങ്ങനെ ചെയ്യണമെന്ന്. പക്ഷെ എനിക്കത് മനസ്സിലായില്ല. ഞാൻ ചെയ്തിട്ട് പിന്നെ എനിക്ക് മനസ്സിലായില്ല, അത് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാത്ത വോയിസ് ഓവർ. ഇപ്പം പോയ കൈ നോക്കി, എല്ലാം അതിൻ്റെ കൈ നോക്കി നിങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയും. ഇതിനി ഉണങ്ങണം, ഈ ഒരു സംഭവം ഉണങ്ങാൻ നമുക്കിനി ചെയ്യാനും പറ്റില്ല. അതുകൊണ്ടല്ല, അപ്പം ഇത് ഉണങ്ങണ വരെ നമ്മളിനി വെയിറ്റ് ചെയ്യണം. നിങ്ങൾ ആരെങ്കിലും എനിക്കൊരു വോയിസ് ഓവർ ചെയ്യണം എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരുമോ? സമയമുണ്ടോ ഗൈസ്? അപ്പോൾ ഗൈസ് ഞാൻ എന്തായിരുന്നു ഇത് കണ്ടോ ഗൈസ്, എൻ്റെ അനിയൻ്റെ ബോക്സാണ് ഗൈസ്. ഇത് പണ്ട് എങ്ങാണ്ട് കുറച്ച് മാസമായി, 2 മാസമായി ഇത് മേടിച്ചിട്ട്. എന്താ അറിയോ, അവൻ കരഞ്ഞ് വാശി പിടിച്ച് മേടിച്ചതാണ് ഗൈസ്. എന്താ അറിയോ, നമുക്ക് അവനിപ്പോൾ തന്നെ ആ ബോക്സ് വേണം. ഇതില്ലേ, ഇവിടെ ഇല്ലേ, അവൻ പൊളിച്ചു വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഈ ചിത്രം ഉണ്ടായിരുന്നു ഇവൻ്റെ. എനിക്ക് ഇതിൻ്റെ പേരറിയില്ല, ചിത്രം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിങ്ങനെ മാറ്റി മറിച്ചൊക്കെ ചെയ്യാൻ. എന്നിട്ട് കുറച്ച് ഇങ്ങനെ നോക്കിയാൽ അത് മാറും കേട്ടോ ചിത്രം. ഇങ്ങനെ പൊക്കി വെച്ചാൽ. അത് മാത്രമല്ല, ഇത് കണ്ടോ,
ഇതും പൊട്ടിച്ചോ അവൻ്റെ ഈ കട്ടറിൻ്റെ ആ ഷാൻമറുള്ളൂ. ഇതേ കണ്ട് ഇങ്ങനെ ഇതിൻ്റെ വരുമായിരുന്നു, അതൊക്കെ പൊട്ടിച്ചോ അവൻ. അപ്പോൾ ഗൈസ് ഇനി മേടിച്ചു കൊടുക്കത്തില്ല എന്ന് ആണ് പറഞ്ഞത്. എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക്. എന്തായാലും നമുക്ക് വെക്കേഷൻ തുടങ്ങിയിട്ടേ അല്ലേ ഉള്ളൂ ഗൈസ്. കടിച്ചു പൊളിക്കണ്ടേ, അടിച്ചു പൊളിക്കണം. പക്ഷെ ഈ ബ്രഷിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഉണങ്ങിയിട്ട് അവിടെ വയ്ക്കുവാണെങ്കിൽ ഇപ്പം തന്നെ മേശയ്ക്ക് ഒരു രീതിയിലായി. ഈ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് നോക്കാൻ പറ്റില്ല. ഇതേ കണ്ടോ, ഈ മേശയ്ക്ക് കളറായി കണ്ടോ. ഇവിടെയൊക്കെ എനിക്ക് കാണാൻ പറ്റില്ല. എന്താ അറിയോ, ഇത് ബ്ലാക്ക് അല്ലേ, എല്ലാം ബ്ലാക്ക് അല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇത് കൈ എന്തായാലും ഒരു പരിവായി. കണ്ടോ ഗൈസ്, കണ്ടോ കണ്ടോ, ഈ ഗ്ലൗസ് ഇല്ല, ഒന്നുമില്ല. ഈ സൗണ്ട് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഗൈസ്? ഇത് എന്തിൻ്റെ സൗണ്ടാണെന്ന് നിങ്ങൾ, എന്തിൻ്റെ മ്യൂസിക്കാണെന്ന് നിങ്ങൾ ഗസ് ചെയ്തിട്ട് കമൻറ്റിൽ എഴുതണോട്ടോ ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും ഇല്ല ഗൈസ്, എന്ത് ചെയ്യാം, ഇവിടെ വെച്ചിട്ട് ഇത് കഴുകാൻ കൊണ്ടുപോവാം. ഇതല്ലേ നല്ലത് നമുക്ക്. Guys, അപ്പോൾ ഗൈസ് നമ്മൾ കൈയൊന്നും ക്ലീൻ ആക്കിയില്ല, ബട്ട് നമ്മൾ ഇത് ക്ലീൻ ആക്കിയിട്ടോ. ബ്രഷ് അല്ലെങ്കിലും ബ്ലാക്ക് ആണല്ലോ. നമുക്ക് ഇനി വൈറ്റ് പെയിൻറ് എടുക്കാം. വൈറ്റ് പെയിൻറ് എടുത്താൽ നമുക്ക് തൊട്ടാം. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇത് വെച്ചിട്ട് നമുക്ക് ഡോട്ട് ശരിയായിട്ടില്ല അത്രേ, എന്നാൽ നമുക്ക് കുഴപ്പമില്ല. നമ്മൾ മേഘങ്ങളാണോ ഉദ്ദേശിച്ചതെന്ന് ഡൗട്ടുണ്ട് ഗൈസ്. നമുക്ക് ഫുള്ളായോ ചേർക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഗൈസ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം അടിച്ച് പ്രസ് ചെയ്ത് ഗൈസ്.
ഈ ഫൈനലൊക്കെ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ട അപ്പം ഇഷ്ടമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം കേട്ടോ ഗൈസ്. പിന്നെ മറ്റേ ഇതില്ലേ ബട്ടൺ, എന്തോ ഒരു ബെൽ ബട്ടൺ, അത് പയ്യെ നമ്മൾ പ്രസ് ചെയ്യണം കേട്ടോ ഗൈസ്. ഒന്നും അടിച്ചു പൊട്ടിക്കരുത്, പയ്യെ അങ്ങ് പ്രസ് ചെയ്യണം ഗൈസ്. അതാണല്ലോ അതിൻ്റെ രീതി. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.